ഗവർണറുടെ വസതിയിൽ നിന്നും രാജ്ഭവൻ ബോർഡ് നീക്കി ഗവർണർ. ഇനി മുതൽ രാജ്ഭവന്റെ പേര് ലോക് ഭവൻ എന്നായിരിക്കും. രാജ്യത്തെ ഗവർണർമാരുടെ വസതിയുടെ പേര് മാറ്റുന്നതിൽ സന്തോഷമെന്ന് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. കൊളോണിയൽ ചിന്തകളിൽ മാറ്റം വരുത്താനുള്ള ഗൗരവകരമായ ശ്രമത്തിന്റെ ഭാഗമാണിത്. ഗവർണറുടെ വസതി ജനങ്ങൾക്ക് വേണ്ടിയുള്ളതെന്ന സന്ദേശമാണ് നൽകുന്നതെന്നും ഗവർണർ പറഞ്ഞു. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്, ഇപ്പോൾ രാജ്ഭവന്റെ പേര് ലോക് ഭവൻ എന്നാക്കിയിരിക്കുകയാണ്. രാജ്ഭവനിലെ മുന്നിലെ ബോർഡ് നീക്കി പുതിയ ബോർഡ് ലോക് ഭവൻ എന്ന ബോർഡ് സ്ഥാപിച്ചു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാജ്ഭവന്റെ പേര് ലോക് ഭവൻ എന്നാക്കി മാറ്റുന്നതിന്റെ ആദ്യ നടപടിക്രമം എന്ന നിലയിലാണ് നിലവിൽ രാജ്ഭവന്റെ മുന്നിലുണ്ടായിരുന്ന ബോർഡ് അത് നീക്കം ചെയ്തിരിക്കുന്നത്. ഇന്ന് മുതൽ രാജ്ഭവൻ ലോക് ഭവൻ എന്ന രീതിയിൽ അറിയപ്പെടുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. 2024 രാഷ്ട്രപതിയുടെ അധ്യക്ഷതയിൽ നടന്ന ഗവർണർമാരുടെ സമ്മേളനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തന്നെയാണ് ഇത്തരമൊരു സജഷൻ മുന്നോട്ട് വെക്കുന്നത്. അതായത് ജനങ്ങളുമായി അടുത്തിടപഴകുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ രാജ്ഭവനുകളുടെ പേര് അത് ഈ കൊളോണിയൽ സംസ്കാരത്തിന്റെ അന്തഃച്ഛിദ്രങ്ങൾ അല്ലെങ്കിൽ അതിന്റെയുമായി ബന്ധപ്പെട്ട അംശങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കി പൂർണ്ണമായും പുതിയ ഭാരതീയ ശൈലിയിലായി മാറണമെന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതിനായി ഗവർണർമാരുടെ വസതികളുടെ പേര് ലോക് ഭവൻ എന്നാക്കി മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് അംഗീകരിക്കുകയും അത്തരമൊരു വിജ്ഞാപനം ഇക്കഴിഞ്ഞ നവംബർ 25 പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിലെ രാജ്ഭവനുകളുടെ പേരുകൾ ലോക് ഭവൻ എന്നാക്കി മാറ്റിയിരുന്നു. ഡൽഹി അടക്കമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതികളുടെ പേര് രാജ്നിവാസ് എന്നത് ലോക് നിവാസ് എന്നതാക്കി മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് കേരളത്തിലെ രാജ്ഭവന്റെ പേര് ലോക് ഭവൻ എന്ന രീതിയിലേക്ക് ആക്കി മാറ്റുന്നത്. ജനങ്ങളുമായി അടുത്ത് സംവദിക്കുന്ന ഒരിടം എന്ന നിലയിൽ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ ജനങ്ങൾക്ക് അവരുടേതാണെന്നുള്ളൊരു അനുഭവം വരുന്നതിനെന്ന ആവശ്യം കൂടി വെച്ചാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ചിന്ത കൂടി മുന്നോട്ട് വെച്ചിട്ടാണ് ഈ രാജ്ഭവനുകളുടെ പേരുകൾ ലോക് ഭവൻ എന്നാക്കി മാറ്റുന്നത്. അതിന്റെ ഒരു ആദ്യ നടപടി എന്ന നിലയിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് കേരള രാജ്ഭവന്റെ മുന്നിലെ രാജ്ഭവൻ എന്ന ബോർഡ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി അതിൽ ലോക് ഭവൻ എന്ന ബോർഡ് സ്ഥാപിക്കണം. അതിനുശേഷം അതിന് മുൻപ് തന്നെ ഒരു വിജ്ഞാപനവും ഇത് സംബന്ധിച്ച് പുറത്തിറങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് നമ്മുടെ രാജ്യത്തെ വിവിധ സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ ഭാഗമായി ഇപ്പോഴും അവശേഷിക്കുന്ന കൊളോണിയൽ അംശങ്ങളെ നീക്കുന്ന വളരെ ഗൗരവകരമായ ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ എന്ന നിലയിലാണ് ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പ്രഖ്യാപിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നതും. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ച ആൾ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാരും രാഷ്ട്രപതിയും ഒക്കെ അംഗീകരിക്കുകയും ഈ രാജ്ഭവനുകളുടെ പേര് ലോക് ഭവൻ എന്നാക്കി മാറ്റുന്ന തീരുമാനത്തിലേക്ക് പോയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ദൃശ്യ. It is from today that our Raj Bhavan in Kerala will be renamed as Lok Bhavan Kerala. I am very glad that Ministry of Home Affairs, who is the parent ministry of all the Raj Bhavans, has directed all the Raj Bhavans in the country to name themselves as Lok Bhavan. It is the colonial thought that which was hanging over our minds, our heads all the time. And this is a very serious and very much awaited attempt by the Home Ministry. And I feel that people in the state, whole country as well as our state people will also feel that we are doing with the colonial thoughts, colonial process and colonial mindset. So we are with the people to express that this particular institution of Bhavan, that is Raj Bhavan as we call till now, is the institution of the people. It is for the people, and that is why we call it Lok Bhavan.